പുതുതലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന പ്രചരണം തെറ്റാണെന്ന് VSന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൂടെ, അതായത് ഈ വിലാപയാത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇത് പറയുന്ന. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. അപ്പോൾ ഇത്രയും നാൾ VSനെ വേണ്ട എന്നും അല്ലെങ്കിൽ ഒതുക്കി നിർത്തുകയൊക്കെ ചെയ്ത ആൾക്കാർ ഇപ്പോൾ VSന്റെ ഈ ഒരു അവസാനത്തെ യാത്രയെ വലിയതായിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, ഓഗസ്റ്റ് 1 മുതൽ 10 വരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അനുസ്മരണ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CPMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായ അവസാനത്തെ ഒരു നേതാവാണ് VS എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, VS അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആ പ്രയോഗം അത് ഒരു വലതുപക്ഷ വായനയോ പ്രയോഗമാണ്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ്. അതിലേത് സമയത്തും ആർക്കും വരാം, അത് സ്വീകരിക്കാം. അത് ഒരു എനിക്ക് തോന്നുന്നത് ഈ വ്യവസായ വിപ്ലവത്തിന് ശേഷം വന്ന കാലത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പീഡിതാവസ്ഥയ്ക്കും എതിരായിട്ട് രൂപപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്കാണ് അതിന് വളർച്ചയും വികാസവും ഉണ്ടായത്. നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ അത് കടന്നു വരുന്നത് റഷ്യൻ വിപ്ലവത്തോടു കൂടിയാണ്. റഷ്യൻ വിപ്ലവമാണ് ശരിക്കും കേരളത്തിലേക്കും ഇന്ത്യയിലേക്കുമൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ കൊണ്ടുവന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വളരെ ചെറിയൊരു ക്രസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചും ഓരോരുത്തരുടെയും കഴിവിനുമനുസരിച്ചും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു ആശയത്തിന് എക്കാലത്തും പ്രസക്തിയുണ്ട് ഏത് സമൂഹത്തിലായിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് മാറും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു സംഘടനാ സംവിധാനമായി മാറുകയാണ് ചെയ്യുന്നത്. അത് അധികാരത്തിൽ വരുന്ന സമയത്തും അതിൻ്റേതായ പ്രശ്നങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണങ്ങൾ പോകുന്നത് അത് വലിയ തരത്തിൽ സ്വേച്ഛാധിപത്യ സ്വഭാവം പുലർത്തുന്നതിൻ്റെ ഫലമായിട്ടും അതോടൊപ്പം തന്നെ അതിന് ഭയങ്കരമായ മനുഷ്യവിരുദ്ധമായിട്ടൊരു ധാർഷ്ട്യത ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെയും നമ്മുടെ ഭരണകൂടത്തിനോടുള്ള എതിർപ്പ്, അല്ലെങ്കിൽ പിണറായി ഭരണകൂടത്തിനുള്ള എതിർപ്പ് എന്ന് പറയുന്നത് അങ്ങനെ രൂപപ്പെട്ടാണ്. അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ജനവിരുദ്ധതയും ധാർഷ്ട്യവും കാണിക്കുമ്പോൾ ജനങ്ങളതിനെ എതിർക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. VSനെ എന്തുകൊണ്ടാണ് ആളുകൾ സ്നേഹിച്ചത്? VSനെ എന്തുകൊണ്ടാണ് ആളുകൾ സ്നേഹിച്ചതെന്ന് ചോദിച്ചാൽ, VS ഒരു സ്ഥിരം ഫൈറ്ററായിരുന്നു. ഫൈറ്റർ എന്ന് വെച്ചൊരു പോരാളിയായിരുന്നു. നമുക്ക് രണ്ട് VSനെ കാണാം. ആദ്യത്തെ ഒരു VS എന്ന് പറയുന്നത് തോൽവിക്ക് മുമ്പുള്ള VS ആണ്. ആ VSനെ ആരും അറിയില്ലായിരുന്നു. ആ VS ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിന്ന് പാർട്ടിക്കകത്ത് മാത്രം പ്രവർത്തിച്ചിരുന്ന, പാർട്ടി സഹായർക്ക് മാത്രം പരിചയമുള്ള, നമ്മളുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ മുരടനായിട്ടുള്ള ഒരു VS ആയിരുന്നു. അതിനെ ആരും അങ്ങനെ കാര്യമായി സ്നേഹിച്ചായിട്ട് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അത് കഴിഞ്ഞ് രണ്ട് തോൽവികൾ. ഒന്ന്, അദ്ദേഹം കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിൽ നായനാരുമായിട്ട് മത്സരിച്ച് 2 വോട്ടിന് തോറ്റു. രണ്ടാമത്തെ തോൽവി എന്ന് പറഞ്ഞാൽ 96 ആലപ്പുഴയിൽ മാരാരിക്കുളത്ത് മത്സരിച്ച് തോറ്റു. ഈ 2 തോൽവിയെയും VSനെ മാറ്റുന്നതിന് പ്രേരകമായി തീരുകയാണ് ചെയ്തത്. അതാണ് ഈ വിജയിച്ച VSൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അവിടെ നിന്ന് VS പ്രത്യേക തരത്തിൽ പിന്നെ കേരളീയ സമൂഹത്തെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, പാർട്ടിയുടെ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നല്ല ജനങ്ങളോട് അഭിസംബോധന ചെയ്യേണ്ടത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുമായിട്ട് അഭിസംബോധന ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം കേരളത്തിലെ ജനകീയനായിട്ടുള്ള നേതാവായിട്ട് മാറുന്നത്. പല ഘട്ടങ്ങളിലും പാർട്ടി പറഞ്ഞ എത്രയോ കാര്യങ്ങൾക്ക് എതിരായിട്ടാണ് അദ്ദേഹം നിന്നത്. മൂന്നാറിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 3 കരിമ്പൂച്ചകളെ അദ്ദേഹം പറഞ്ഞയച്ചു. ആ ഒഴിപ്പിക്കൽ ഒരു പരിധിവരെ നടന്നുള്ളൂ. 10-28 കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ച സമയത്ത് കേരളം അന്തം വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ കയ്യേറ്റക്കാർക്കും ഭൂമാഫിയകൾക്കും അതുപോലെ കോർപ്പറേറ്റുകൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് സർക്കാരിന് കഴിയും എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ JCB വിപ്ലവത്തിൻ്റെ ഒരു അടയാളം പോലുമായിട്ട് മാറിത്തീർന്നെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. കാരണം അതൊരു നശീകരണ യന്ത്രമാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിപ്ലവത്തിൻ്റെ നാന്ദി പോലെ പ്രവർത്തിച്ചൊരു യന്ത്രമായിട്ട് മാറിത്തീർന്നു. കേരളം ആഗ്രഹിച്ചൊരു കാര്യമാണ് എല്ലാ സ്ഥലത്തുനിന്നും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളത്, ഭൂമാഫിയകളെ തല്ലി ഓടിക്കണം. അതുപോലെ തന്നെയാണ് സ്ത്രീ പീഡകർക്കെതിരായിട്ട് VS നടത്തിയ പോരാട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും അല്ലേ. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ സ്ത്രീ പീഡകരെ കൈയോടെ പിടിച്ച് കയ്യാൻ വെച്ച് കൽത്തുറുങ്കിലടക്കും എന്നാണ്. അത് കേട്ട് ആളുകൾ കൈയടിക്കുകയാണ് ചെയ്തത്. പല കാര്യങ്ങളും അദ്ദേഹം അതിശക്തമായിട്ട് അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യം.
ഒരു സംശയം ചോദിക്കുന്നത്, ഇപ്പൊ VS അച്യുതാനന്ദൻ ഇപ്പൊ നമ്മൾ കാണുന്ന രീതിയിലേക്ക് വന്നത് സാർ പറഞ്ഞ പോലെ ഇപ്പൊ 2 തോൽവികൾക്ക് ശേഷമാണ്. ഇതിനു മുമ്പുള്ള VS പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ നിലവിൽ പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ എങ്ങനെയാണോ അടിച്ചമർത്തം നടത്തി അതുപോലെ തന്നെ ആയിരുന്നു. അപ്പൊ അതിനുശേഷം VS മാറി ജനകീയനായി മാറുന്നു. അപ്പൊ ജനകീയനായി മാറുമ്പോൾ മീഡിയയുടെ അറ്റൻഷൻ കിട്ടിയാൽ മാത്രമേ തനിക്ക് ഇനി ഒരു നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരുന്നു. അപ്പം മീഡിയ, അതായത് ആ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ മീഡിയ സജീവമാകാൻ തുടങ്ങുന്ന സമയമാണ്. 24/7 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, 24 മണിക്കൂറും വാർത്ത എന്ന് പറയുന്നത്, അത് വരാൻ തുടങ്ങിയൊരു സമയമാണ്. ആ സമയത്ത് VSലുള്ള ഒരു രാഷ്ട്രീയക്കാരനും VSലുള്ള ഒരു പ്രതിഭയെ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തനിക്ക് നേരിട്ട് പാർട്ടിയില്ലാതെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഈ മാധ്യമത്തെ കൃത്യമായിട്ടുള്ള രീതിയിൽ ആദ്യം ഉപയോഗിച്ചു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. എന്നുവെച്ചാൽ സമൂഹത്തിൽ നടക്കുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ, നീറുന്ന പ്രശ്നങ്ങൾ, ഇതിനെ അഭിസംബോധന ചെയ്താൽ തൻ്റെ ഒപ്പം ജനങ്ങൾ വരും എന്ന് VSന് കൃത്യമായിട്ട് അറിയാം, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം പാർട്ടിയുടെ ചട്ടക്കൂട് പൊളിച്ച് പുറത്തിറങ്ങിയിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കാനായിട്ട് തുടങ്ങിയാണ്. അതിന് അദ്ദേഹത്തെ സഹായിച്ച മാധ്യമങ്ങളായിരുന്നു. അപ്പോൾ മീഡിയ നല്ല രീതിയിൽ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തെ ഉപയോഗിച്ച് മീഡിയയും വളർന്നു. കാരണം എന്ന് വെച്ചാൽ VS ഏറ്റെടുക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ വലിയ വിഷ്വലൈസേഷൻ നടക്കുമ്പോൾ മീഡിയയ്ക്ക് ഭയങ്കരമായിട്ട് പ്രചാരം കിട്ടി. മീഡിയയ്ക്ക് കാണികൾ വളരെ കൂടി. 3 ഓപ്പറേഷനൊക്കെ നടക്കുന്ന സമയത്ത് മീഡിയയിൽ എത്രമാത്രം കാണികളാണ് ഇരച്ചു കയറിയിരുന്നത് നമുക്കറിയാവുന്ന. അതുപോലെ തന്നെ പെമ്പിളി ഒരുമൈ സമരം, ആ സമരത്തിൽ കേരളത്തിൽ ഒരൊറ്റ നേതാവിനെ മാത്രമാണ് ആ സമരപ്പന്തലിലേക്ക് കയറ്റാനായിട്ട് പെണ്ണുങ്ങൾ തയ്യാറായുള്ളൂ. അത് VSന് മാത്രമാണ്. കാരണം വെച്ചാൽ VS തങ്ങൾക്ക് ഒരു പ്രതുദ്ധ രൂപമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ പറയാൻ കേരളത്തിൽ ഉള്ള ഒരാൾ എന്ന് പറയുന്നത് VS മാത്രമാണ് തോന്നൽ അവർക്കുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വലിയൊരു മീഡിയ ഹൈക്ക് ആ സമരത്തിന് കിട്ടുന്നതും അതുപോലെ VSന് കിട്ടുന്നതും. ആ ഹൈക്ക് എന്ന് പറയുന്നത് മീഡിയയ്ക്കും വലിയ തരത്തിലുള്ള ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അങ്ങനെ മീഡിയം വളരുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ VS എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഇനി ഉണ്ടാവില്ല, ഇനി ഇത്തരത്തിലുള്ള ഒരു ആദർശം കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നിസ്വാർത്ഥനായ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ തരത്തിലുള്ള പ്രചരണം വരുന്നു. അപ്പോൾ MV ഗോവിന്ദൻ അടക്കമുള്ള, സ്വരാജ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ VSനെ പിന്തുണയ്ക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എവിടെ ഒരു പൊരുത്തക്കേടില്ലേ? അല്ല, പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നത് VSും പാർട്ടിയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനനുസൃതമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആ പൊരുത്തക്കേടുകൾ ആരംഭിക്കുന്നത്. VS പലരും പറയുന്നവരെ പഴഞ്ചനാണ്, അതേപോലെ തന്നെ പഴയ കാലത്തിൻ്റെ ആളാണ്. ഇതൊക്കെ ശരിയാണ്. അദ്ദേഹത്തിൽ എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവം അതിശക്തമായിട്ടും രൂക്ഷമായിട്ടും നിന്നിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പുന്നപ്രയിൽ നിന്ന് വരുന്ന ഒരു സഖാവാണ്. പുന്നപ്ര വയലാർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സ്വഭാവത്തെ മാറ്റിയ വലിയൊരു പ്രതിഭാസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. വലിയ സമരം. ആ സമരത്തിൽ നിന്ന് ഉയർന്നു വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ കാലിൽ ബയണക്കിന് കുത്തിക്കീറിയ പാടെന്ന് പറയുന്നത് ഇന്നും അദ്ദേഹം കാണിക്കുമായിരുന്നു. അവിടെ ആയിരക്കണക്കിന് മനുഷ്യരിങ്ങനെ മരിച്ചു വീണ ശവക്കുനകളൊക്കെ ഉയർന്നൊരു സ്ഥലമാണ്. ഇത് ഏതു സമയത്തും VSൻ്റെ തലച്ചോറിലും ഹൃദയത്തിലും ഒരു ഷോക്ക് പോലെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കൺട്രോൾ സിസ്റ്റമാണ്. ഈ കാല് ഒരു പ്രവർത്തനത്തിൽ ജനവിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ ഈ കാല് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഈ അടിയുറച്ച നിലപാടിനൊപ്പം നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ തൻ്റെ തൊഴിലാളി വർഗത്തിനൊപ്പം നിൽക്കാനായിട്ടുള്ള ഒരു മനസ്സക്കാലത്തും കാത്തു സൂക്ഷിച്ചത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഞാൻ അവിടേക്ക് പോയപ്പോൾ കണ്ട മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയിട്ട് എനിക്ക് പക്ഷേ വീട്ടിൽ ചെന്ന് കയറി നിന്ന് കാണാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ ആ ക്യൂ അവസാനിച്ച് അവിടെ നിന്ന് VSനെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുന്നു. അപ്പോൾ അത് ഒരു കവലയുണ്ട്. കവലയിൽ നിൽക്കുന്ന ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ അനൗൺസ്മെൻ്റ് വരുന്നുണ്ട്, മാറി നിൽക്കും അവിടെ നിന്ന്, തടസ്സം ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിന്നു. അത് കഴിഞ്ഞ് ഞാൻ പഴയടം ജംഗ്ഷനിൽ പോയിട്ടാണ് ഞാൻ VSനെ വണ്ടിയിൽ കാണുന്നത്. ഞാനല്ലാണ്ട് പാർട്ടി ഓഫീസിലോ അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ അവിടേക്ക് പോയിരുന്നു. പക്ഷേ എനിക്ക് ആ പാർട്ടി ഓഫീസിലെ നമ്മുടെ അതൊരു VIP സംഘമാണ്, അതിനിടയ്ക്ക് ഇരിക്കണം തോന്നി പോയില്ല അങ്ങോട്ട്. അതുപോലെ തന്നെയാണ് മൈതാനിയിൽ, നമ്മുടെ ലൈറ്റ് ഹൗസിനടുത്തുള്ള മൈതാനിയിലൊക്കെ പോയിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഈ മുഴുവൻ VIP ഇരിക്കുകയാണ്. പക്ഷെ വഴിയിൽ മുഴുവനും വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിരുന്നു.
നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ നടന്നു, എന്താണ് അവരുടെ ഒരു ഫീൽ എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അത് തന്നെയാണ് പക്ഷേ ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇനി കമ്മ്യൂണിസ്റ്റ് ഉള്ളതെല്ലാം തന്നെ VIP-കളുടെ ഒരു കൂട്ടമാണെങ്കിൽ സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ള ഒരു പദവി VS മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരാളിലേക്ക് എങ്ങനെ ആ പദവി അല്ല, അതൊരു വലിയ പ്രശ്നമാണ്. ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. VS-ന് ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് തങ്ങൾക്കും പാർട്ടിക്കും ഉണ്ട് എന്നവർക്ക് കരുതാൻ പറ്റില്ല. കരുതണമെങ്കിൽ അവർ VS ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണം. VS ചെയ്തതുപോലെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വിഷയങ്ങളുണ്ട്, നമ്മളിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്താൽ എന്ന് വെച്ചാൽ ജനങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് പാർട്ടിയോ നേതാക്കളോ ഉയർന്നു വരണമെങ്കിൽ അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം, ജനങ്ങളെ ഹൃദയത്തിലേക്കണം എന്നുള്ളതാണ്. VS-ൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിനനുസരിച്ച് ഒരു കാര്യം ശരിയാണെന്ന് തോന്നിയാൽ, എന്നുവെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ കൺവിക്ഷനാണ്, അത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? അതിനൊപ്പം നടക്കും, അതിൻ്റെ അവസാനം വരെ പോകും. അങ്ങനെയാണ് ബാലകൃഷ്ണപിള്ള ജയിലിലാകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മന്ത്രി അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ജയിലാകാൻ. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരായിട്ട് ഉയർത്തിയിരിക്കുന്ന വിഷയം ലാവ്ലിൻ കേസ്, അതിപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ബോധ്യം എന്ന് പറയുന്നത് അതിൽ അഴിമതി ഉണ്ടെന്നുള്ളതാണ്. ആ ബോധ്യം അദ്ദേഹത്തെ പിടികൂടിയാൽ പിന്നെ അദ്ദേഹം അതിൽ നിന്നൊരിക്കലും എന്ത് ചെയ്യില്ല, പിന്മാറില്ല. ആര് പറഞ്ഞാലും പിന്മാറില്ല. അത് അദ്ദേഹത്തിൻ്റെ ഈ ജനകീയ പ്രതിബദ്ധതയുടെ പ്രശ്നമാണ്, സാധാരണക്കാരനുള്ള പ്രതിബദ്ധതയുടെ പ്രശ്നമാണ് അല്ലേ. ഈ എന്താണ്, നമുക്ക് സൂര്യനിലെ കേസിലെ പെൺകുട്ടിയുടെ കുടുംബം ആത്മഹത്യ ചെയ്യാതിരുന്നതിന് ഒറ്റ കാരണം VS-ൻ്റെ ഒരു ഫോൺ കോൾ മാത്രമായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ കൂടെയുണ്ട്, തങ്ങളുടെ ഒരു കരുതലാണ്, തങ്ങളുടെ ഒരു ശക്തിയാണ്, തങ്ങളുടെ ഒരു കാവലാണ്. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നിയേക്കുന്നത്, ഈ 21-ാം നൂറ്റാണ്ടിൽ കേരളം അഭിസംബോധന ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് കണ്ടെത്തി അതിനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊന്നാണ് നമ്മളുടെ ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത്. പാരിസ്ഥിതിക രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സെൻട്രൽ പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് VS-ന് കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് നമ്മൾ കണക്കാക്കണം. അതിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളതല്ല പ്രശ്നം, അതൊരു ഇഷ്യൂ ആണ് എന്ന് നമ്മുടെ സമൂഹം ബോധ്യപ്പെടുത്തി. പ്രളയം വന്നപ്പോഴൊക്കെ നമ്മളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. നമ്മളെ പശ്ചിമഘട്ടത്തേക്ക് മാന്തി തുറന്ന് ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ശരിയല്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഈ മതികെട്ടാൻ മലയിലേക്കും അതേപോലെ ഏലമലക്കാട്ടിലേക്കുള്ള യാത്രകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്തായാലും VS-ൻ്റെ പാതയിലേക്ക് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.